കൊച്ചി മെട്രോയുടെ പേര് മാറ്റൽ വിവാദത്തിൽ വിശദീകരണവുമായി KMRL. കമ്പനിയുടെ പേര് മാറ്റാനാണ് സർക്കാരിന് ശുപാർശ സമർപ്പിച്ചതെന്നും വാർത്തകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും KMRL വ്യക്തമാക്കി. കൊച്ചി മെട്രോ എന്നും അതേ പേരിൽ തന്നെ അറിയപ്പെടും. സംസ്ഥാന സർക്കാരിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ നിർദ്ദേശം നടപ്പിലാക്കൂ എന്നും KMRL അറിയിച്ചു. SS ശരൺ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരൺ, ഹൈബീഡൻ ഇതിനെതിരെ പ്രതികരണവുമായി വന്നിരുന്നു. ഈ പെരുമാറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്താണ് KMRLന്റെ വിശദീകരണം? ശ്രുതി, കൊച്ചി മെട്രോ എന്നത് കേരളം മെട്രോ ആക്കി മാറ്റുന്നത് സംബന്ധിച്ചുള്ള ശുപാർശ ഇപ്പോൾ വലിയ വിവാദത്തിൽ കലാശിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് KMRL MD ആയ ലോക്നാഥ് ബെഹ്റയെ സംബന്ധിച്ചൊരു ശുപാർശ സംസ്ഥാന സർക്കാരിന് നൽകുന്നത്. അതിൽ തന്നെ പറഞ്ഞിരുന്നത് ഇത് കൊച്ചിയിൽ മാത്രം ഒതുങ്ങാതെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി നിലയിലാണ് ഈ ഒരു പേരുമാറ്റം ഉദ്ദേശിച്ചതെന്നുള്ളൊരു വിശദീകരണം കൂടിയാണ് KMRLന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ അതിൽ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിൽ പേരുമാറ്റം സർക്കാരിന്റെ പരിഗണനയിലില്ല, സർക്കാരുമായി ആലോചിക്കാതെയാണ് KMRL ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയെന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി KMRL രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഇത് സംബന്ധിച്ചൊരു ശുപാർശ സംസ്ഥാന സർക്കാരിന് നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനി സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമേ പേര് മാറ്റൂ എന്നുള്ള വിശദീകരണം കൂടിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ എതിർപ്പ് അല്ലെങ്കിൽ വലിയ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈബി ഈഡൻ MPയും സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിരുന്നതാണ്. വിചിത്രമായൊരു നടപടിയാണ് ലോക്നാഥ് ബെഹ്റയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് ആ കത്ത് നൽകിയിരുന്നത്. KMRLന്റെ വിശദീകരണമാണ് വന്നിരിക്കുന്നത്. SS ശരണാണ് വിശദാംശങ്ങൾ